ഒരു അടിപൊളി സ്കിറ്റുമായിട്ട് വേദിയിലേക്ക് വരികയാണ് ടീം റോയൽ ചലഞ്ചേഴ്സ്. കളി 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 അങ്ങോട്ട്. ഓ കണ്ണ് രണ്ടെണ്ണം തുറന്നു വെച്ചാൽ അവന് കാഴ്ചയില്ല. അപ്പൊ ഒറ്റക്കൻ അടുത്ത് വെച്ച് അടിച്ചാൽ പോണോ? എടാ കോൺസെൻട്രേഷൻ കളയരുത്. ഇപ്പൊ കണ്ടാണ് നീ. ഇപ്പം കാച്ചി കളി കണ്ടാടാ എന്റെ അല്ലേ വെള്ളം കൊയ്യും. അത് എന്റെ കട്ടയല്ലേ വെള്ള നിന്റെയാണ് വെള്ളം. എടാ അവനൊക്കെ എന്നാ പിന്നെ ഇപ്പം എവിടെ പോണു എവിടെ പോണു അടപ്പ് കളി അടപ്പ് കളി. എന്തോ നീ അങ്ങനെ പറയാൻ കാര്യം? എടാ അവിടെ നിന്നല്ലേ നീ കളിച്ചോണ്ട് റോങ് കളിയല്ലേ ഇത് ഇവിടെ നിന്ന് കളിച്ചാ? എടാ ഇത് ക്യാരംസ് കളിയാണോ? ആ. എത്ര പേരാ ക്യാരംസ് കളിക്കുന്നത്? 4 പേര്. 4 പേരാണ്. നമ്മൾ 2 പേരല്ലേ ഉള്ളൂ. ഒരാളുടെ കാര്യം കൂടെ ഞാൻ നോക്കണ്ടേ? ആ. അപ്പുറത്തെ ആളാരും നീ നോക്കണം. ഓ എല്ലാം കൂടി ഇപ്പൊ എന്നെ ഉണ്ടാക്കി എടുത്ത് നോക്കാൻ പറ്റും. ഹലോ 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 ആ പറടാ എന്താ? ആ എടേ നിന്റെ അടുത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞത് എന്നെ ഫോണിൽ വിളിക്കല്ലേ. ആരാ? ചക്ക സുനി. ഡേയ് അത് തന്നെ നീ ഞാൻ പറയുന്നത് അങ്ങോട്ട് കേള്. നിന്റെ അടുത്ത് ഞാൻ ഒരാഴ്ച മുമ്പ് പറഞ്ഞു ഇനി ഈ കാര്യവും പറഞ്ഞ് നീ എന്നെ വിളിക്കരുതേന്ന്. ഇനി എടാ മനുഷ്യനായ നാണവും മാനവും വേണം. ഇനി നീ ഈ ഫോണിൽ വിളിച്ചാൽ നിനക്ക് എതിരെ ഞാൻ കംപ്ലൈന്റ് കൊടുക്കും. എന്തോടാ അവൻ പറഞ്ഞേ? എടാ അവൻ പറഞ്ഞെന്ന് അറിയാവോ? ഇന്ന് രാവിലെ പണിയുണ്ട്, പണിക്ക് ചെല്ല വേണ്ടി പണിക്ക് വിളിച്ചതായിരുന്നു. ആ എന്റെ നമ്പർ കൊടുക്കല്ലേ കേട്ടോ. ആ എടാ, ഈ പട്ടിയെ കൊണ്ട് ഞാൻ പഞ്ചായത്തിന് മുഴുവൻ പട്ടികളാ. കൊന്നര അല്ല പിന്നെ എന്തൊരു ശല്യമാണെന്നറിയോ? ഇവിടെ നമ്മളെ കണ്ടാ കല്ലേട്ടനില്ലേ? ആ. കല്ലേട്ടൻ കഴിഞ്ഞ ദിവസം അതുവഴി നടന്നു വന്നപ്പോ പട്ടി കടിച്ച് പറിച്ച് നാശമാക്കി കളി. ആ എടേ കടിച്ച പട്ടി പേപ്പട്ടിയാണോ? ഓ പട്ടി കടിക്കാൻ വരുമ്പോഴത്തേക്ക് പട്ടി നിനക്ക് പേയുണ്ടോ പേയില്ലയോ അങ്ങനെ ചോദിക്കാൻ പറ്റുവോളാ? അത് കടിച്ചു പറിച്ചിട്ട് അതിന്റെ പാട്ടി. ഇവിടെ വേറെ കാര്യമുണ്ട്. പട്ടി കടിച്ചു കഴിഞ്ഞാൽ പൊക്കിളിന് ചുറ്റും ഉമ്മം വെക്കണം. അല്ലല്ല കുത്തി വെക്കണം. എടാ മണ്ട, ഈ പട്ടിയുടെ പുക്കൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ എവിടെ കൊണ്ടാടാ കുത്തി വെക്കുന്നത്? നീ കളിക്കാൻ നോക്ക്. എടാ നിന്റെ അച്ഛന് ഇന്നലെ ഭയങ്കര ബഹളമായിരുന്നല്ലോ. എന്ത് കാര്യം എന്താണത്? അതെ അച്ഛന് ഭയങ്കര ആഗ്രഹം എന്താ കല്യാണം കഴിക്കണം. 10-60 വയസ്സായ കണ്ടാളം കിളവന് കല്യാണം കഴിക്കണമെന്ന് നല്ല ആഗ്രഹം. എടാ അതല്ലെന്ന്. എടാ എന്നെ കൊണ്ട് പെണ്ണ് കെട്ടിക്കണമെന്ന് അച്ഛന് ഭയങ്കര ആഗ്രഹം. എടാ അതിനിപ്പോ പെണ്ണ് കെട്ടണം അവർക്കൊരു സഹായം ആവൂലേ? എടാ ശരിയാവില്ല. അതെന്ത്? എനിക്ക് വേറെ സെറ്റപ്പ് ഉണ്ട്. ഇല്ലപ്പാ. എടാ നമ്മള് ആശാരിമുക്ക് വഴി രാവിലെ വരുന്ന 8:30 വരുന്ന കല്ലൂര് ബസ്സില്ലേടാ, അതിന്റെ മുൻ സീറ്റിൽ ഒരാളുണ്ട്. ഡ്രൈവർ ഡ്രൈവർ അല്ല. എടാ സൈഡിലത്തെ വാതിലില്ലേടാ, വാതിലിന്റെ അവിടെ ഒരു ആള്. അതാണ് ക്ലീനർ. എടാ ക്ലീനറും ഡ്രൈവറും അല്ല, അതിന്റെ ഫ്രണ്ടിലത്തെ സീറ്റിൽ ഒരു മഞ്ഞക്കിളി ഇരിപ്പുണ്ട്. പെണ്ണ ലൈനാ. നിനക്ക് ലൈനാ? എത്ര ആളായി? കുറെ നാളായി, ഒരുപാട് വർഷം. കട്ട ലൈനാ, സെറ്റപ്പ് ലൈൻ. അവളെ ഫ്രണ്ട് സീറ്റിലിരിക്കും, ഞാൻ പുറകിലത്തെ സീറ്റിൽ ഇരിക്കും. എന്നിട്ട് ഞങ്ങൾ രണ്ടും ഇങ്ങനെ കണ്ണി നോക്കി കഥ പറയും. എന്ത് കഥയാളിയാ? സിനിമാ കഥ. ഏതാ പടം? എടാ ഈ ലൈൻ അടിക്കുന്നവര് നമ്മൾ ഇങ്ങനെ കണ്ണി നോക്കി അങ്ങനെ. അയാളെ വേറെന്തുവാ പേര്? ബിന്ദു, സിന്ധു. വേറെ അറിയത്തില്ല. അറിയത്തില്ലേ? ശരി, ആളെ വീട് എവിടാ? വീട് നെടുമങ്ങാട്, വാളിക്കോട്, പന്തളം. വീട് അറിയത്തില്ല. വീടും അറിയത്തില്ല, പേരും അറിയത്തില്ല. പക്ഷെ ഞങ്ങൾ ഭയങ്കര ലൈനാ, അതെനിക്കറിയാം. അവൾ എവിടെയാ ഇറങ്ങുന്നേ? അവള് കോളേജ് ജംഗ്ഷനിൽ ഇറങ്ങും. ഞാൻ അവിടുന്ന് 2 സ്റ്റോപ്പിന് അപ്പുറത്ത് ഞാൻ പറഞ്ഞു. എടാ പരമപരാജയമേ, അവളെ കൂടെ നീ അങ്ങ് ആ കോളേജിൽ ഇറങ്ങണം. എന്നിട്ട് കോളേജിനകത്ത് പോയി അവളോട് പറയണം, കുട്ടിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, ഐ ലവ് യു എന്ന് പറയണം. എടാ അതാണ് ലൈൻ, അതാണ് ചെയ്യേണ്ടത്. എടാ അതെ, അതെനിക്ക് എന്റെ വീട്ടുകാരോടുള്ള വാശിയാണ്. എന്ത് വാശി? സ്കൂളിന്റെ കോളേജിന്റെ പടി ചവിട്ടത്തില്ല. ഇങ്ങനെയാണോ നീ കുറെ പെണ്ണ് കെട്ടും? ഇത്ര പറയുന്ന ആള് നീ എന്താ പെണ്ണ് കേട്ടത്? എടാ എനിക്ക് അതിനുള്ള പ്രായമായിട്ടില്ല, നാട്ടുകാർക്കറിയാം. വാർത്തയ്ക്ക് പെൻഷൊന്നും മേടിക്കാൻ നിൽക്കുന്നവനാ. പ്രായമായില്ല. പതുക്കെ പറ, ആൾക്കാർക്ക് എനിക്ക് ഒരുപാട് പ്രായമൊന്നും കഷണ്ടി ഉള്ളതേ ഉള്ളൂ. ഈ പറഞ്ഞ ജനുവരി 10-ാം തീയതി എനിക്ക് 30 വയസ്സാവേ ഉള്ളൂ. ഏത് ജനുവരി 10? എല്ലാ ജനുവരിയും 10-ാം തീയതി 30 വയസ്സ്. കൊറേ ജനുവരി 10 ആയി. എന്റെ ജീവിതത്തിൽ പെണ്ണില്ല. ഞാൻ കല്യാണം കഴിക്കത്തില്ല. പെണ്ണുങ്ങൾ എനിക്ക് ഇഷ്ടമല്ല, ഞാൻ കല്യാണം കഴിക്കത്തില്ല. എടാ ഇപ്പൊ ഇതൊക്കെ പറയാൻ സുഖമാണ്, പക്ഷെ പിന്നീട് ആലോചിക്കണം. ജീവിതം എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ. അതെനിക്കറിയാം. ഒരു രോഗി വന്നാ തീർന്ന്. രോഗിയാ? എടാ രോഗിയില്ല, ചുഴലിക്കാറ്റ് രോഗി. എടാ തോൽവി രോഗിയല്ല, ഓഗി ചുഴലിക്കാറ്റ്. ഓഗിയായാലും ഗീഗിയായാലും വന്നാ ജീവിതം പോയില്ലേ? അത് ശരിയാണ് കേട്ടാ. ഓഗിയെ ചുഴലിക്കാറ്റും പെണ്ണുങ്ങളും തമ്മിൽ ഏതാണ്ടൊക്കെ ഒരുപോലെയാണ്. 2 വന്നാലും കുടുംബത്തോട് അടിച്ചെടുത്തോണ്ട് അങ്ങ് പോവും. പിന്നെ വേറെ കാര്യമുണ്ട്,
ഈ ചുഴലിക്കാറ്റിന്റെ പേരെന്താണ്? ചുഴലിക്കാറ്റിന്റെ പേരെന്താ? മെറീന, ആ. കത്രീന, ആ. സുനാമി, ആ. പിന്നെ ഇപ്പൊ ഓഖി, ആ. പിന്നെ അശ്വതി. ആ, എല്ലാം പെണ്ണുങ്ങളെ പേരാന്നേ. ആ. അല്ലാതെ ഏതെങ്കിലും ചുഴലിക്കാറ്റിന് മാർട്ടിൻ എന്നോ ഉല്ലാസ് പന്ത്രവെന്നോ നെൽസൺ എന്നോ രായപ്പനെന്നോ എല്ലാം പേരുണ്ടാ? ഇല്ല ഇല്ല. എടാ, ഈ ആണുങ്ങളൊക്കെ പാവമാണ്. ആ. കാറ്റടിച്ച് വിഷയം ഉണ്ടാക്കത്തില്ല, ആ. വല്ലപ്പോഴും വാറ്റടിച്ച വിഷയം ഉണ്ടാക്കാറ്. കളി, കളി, കളി. നീ കളിക്കാൻ നോക്കും. ആ ഇവിടെ നിൽക്കുകയാണ്. അല്ല, നിങ്ങളുടെ തലയിലോട്ട് കയറി നിൽക്കാൻ സ്ഥലമുണ്ടോ? ഞാൻ എവിടെയെല്ലാം നോക്കിയെന്നറിയാമോ? നിങ്ങൾ അവിടെ നോക്കിയായിരുന്നു? അവിടെ നോക്കി. അവിടെ നോക്കിയായിരുന്നു? അവിടെ നോക്കിയെന്ന് അവിടെ എവിടെ പോയി നോക്കാതെ ഇവിടെ വന്ന് നോക്കണം. ഇവിടെ അല്ലേ ഞാൻ നിൽക്കുന്നത്. നോക്കിയപ്പോഴല്ലേ കണ്ടത്. ഇതെന്തോന്ന് ഞൊട്ടിക്കളിയാ? എല്ലാം തട്ടി തെറിപ്പിച്ചു. എടാ, ഞൊട്ടിക്കളിയൊന്നും അല്ല, ഇത് ക്യാരം ബോർഡ് കളി. കാരം ബോർഡ് കളിയാ? ആ. അതായത് ഇത് ഇങ്ങനെ അങ്ങ് വെക്കും. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ കോയിൻ ഇങ്ങനെ തട്ടി കൂടുതൽ ആ കുഴിക്കകത്ത് വീഴുന്ന ആളാണോ അവര് ജയിക്കും. അവര് ജയിക്കും. അതിനൊരു കുറ്റിച്ചൂലെടുത്ത് അങ്ങ് തൂത്തിറക്കിയാ പോരെ. ഇത് ആരടാ ഇത്? ബ്രോക്കറാ, ഒരു കാര്യമില്ല. ബ്രോക്കറേ, ഇതെന്തോന്ന് മത്സരം? ജംഗ്ഷനിൽ ഭയങ്കര മത്സരം നടക്കില്ല. എന്തോ മത്സരം? ബൈക്ക് റേസിംഗ്. അധികമൊന്നുമില്ലടാ, ഒരു 1.5 പിരി. ഭയങ്കര മത്സരം. ആരൊക്കെയാ മത്സരം? നമ്മളെ കരിച്ച രവിയണ്ണന്റെ മക്കളില്ലേ തലകറച്ച പയ്യന്മാർ. ഓ, അമാരോ? അയ്യോ, കണ്ണ് തള്ളിപ്പോ നോക്കിക്കണോരാ. എന്നിട്ട് ആര് ജയിച്ച്? 108. 108 ജയിച്ച. ആ, യവന്മാരെ വാരി പറക്കൊണ്ട് 100 100 പോയത്. ആ. ഞാൻ എന്തിനാണ് വന്നതെന്ന് നിനക്കറിയാം. എനിക്കറിയാം. അതെ, ആ, ഇവന്റെ വീട്ടുകാർ ഭയങ്കര നിർബന്ധം. എന്താടാ? ഇവനെ കൊണ്ട് പെണ്ണ് കെട്ടിരുന്നു. ആ, ആ, ആ. അതുകൊണ്ട് ഞാൻ ഒരു പെണ്ണിനെ കണ്ടു വെച്ചിട്ടാണ് വന്നത്. നാളെ രാവിലെ പെണ്ണ് കാണാൻ പോണം. ഞാൻ വരത്തില്ല, എനിക്ക് പെണ്ണ് വേണ്ട. എടാ, ഞാൻ അവിടെ വാക്ക് പറഞ്ഞ കേസാണത്. നിന്നെയും കൊണ്ട് ചെല്ലാന്ന്. ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞില്ലേ? അതെ പിള്ളേ, ആ. നീ കൂട്ടുകാരൻ തന്നെ ആ. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി. എടാ, അങ്ങേര് കഷ്ടപ്പെട്ട് പോയല്ലേ, നീ പോയി കണ്ടിട്ടൊക്കെ വാടാ. എടാ, എനിക്ക് മറ്റേ ബസ്സേലും മറ്റേ മഞ്ഞക്കിളി. ഓ, അല്ല, ഞങ്ങൾ വേറെ അല്ല, കാര്യം വേറൊരു കേസ് പറ. അതെ, എന്റെ ചോറാണ്. ഞാൻ വാക്ക് പറഞ്ഞ വാക്കാണ്. നീ നാളെ വന്നേ പറ്റൂ. എനിക്ക് പറ്റത്തില്ല, എനിക്ക് പെണ്ണ് വേണ്ട. എടാ ചെറുക്കാടാ, അങ്ങേര് കഷ്ടപ്പെട്ട അതൊക്കെ അങ്ങനെ ജോലി. നീ ഒന്ന് പോയി കണ്ടിട്ട് വന്ന എന്താണ് കുഴപ്പം? എന്താണ്? അത്ര നിർബന്ധമാണ് നീ പോ. എടാ, എന്റെ ജീവിതത്തിൽ പെണ്ണില്ല, ഞാൻ പിന്നെ അങ്ങനെ പോകും. നീ പോയ. എടാ, ആ. ഒരു ഐഡിയ ഉണ്ട്. ആ. നീ ചെറുക്കനായിട്ട് പോ, ആ. ഞാൻ നിന്റെ കൂട്ടുകാരനായിട്ട് വരാം. എടാ, അങ്ങനെ പോയി അവസാനം തലയിലാവും, അതൊന്നും ശരിയാവത്തില്ല. എടാ, നമുക്ക് അവിടെ ചായയും മിച്ചറും ഒക്കെ കഴിച്ചിട്ട് നമുക്ക് ഇനി പോരാന്ന്. ആ? ആ, ഛെ, അത് നീ ചെറുക്കനായിട്ട് പോകും. എടാ, ശരിയാവും, നല്ല പരിപാടി അത്. ഇല്ല, ശരിയാവത്തില്ല. എന്നാ ഞാനും പോകുന്നില്ല. പോ. ഇതൊന്നേ. ഡേയ്, കള്ളക്കളി കളിക്കല്ലേ. എടോ. അതെ, ആ, പറ. ചെറുക്കനായിട്ട് മോമ്മ ആ. കൂട്ടുകാരനായിട്ട് അവൻ വന്നു. എടാ, അത് ശരിയാവൂടെ, പോളെ. അതല്ല, അവിടെ ഞാൻ ചെന്ന് പറഞ്ഞ ഇതാണ് ചെറുക്കന്ന്. ഒന്ന് വന്ന് കിട്ടിയാൽ ബാക്കി കാര്യമായിട്ട് നടക്കും. നല്ലൊരു കാര്യത്തിനല്ലേ? ഡേയ്, നീ പറഞ്ഞാലേ ശരി, ഞാൻ ചെറുക്കനായിട്ടൊക്കെ വരാം. പക്ഷെ പെണ്ണിനെ ഞാൻ കാണാൻ നിൽക്കൂല. അയ്യോ, അത് വേണ്ട. ആ. പിന്നെ അത് വഴി ഒന്ന് പോകുമ്പോ ഒന്ന് പാളി നോക്കിയാ മതി. ആ, ശരി. ഞങ്ങൾ ചായ കുടിച്ചിട്ട് ഇനി പോരും. അതെ, അതെ, അതെ. മനസ്സിലായോ? അപ്പൊ ഓക്കെ ആണല്ലോ. ഓക്കേ. അപ്പൊ നാളെ രാവിലെ 10 മണിക്ക് പെണ്ണിന്റെ വീട്ടിൽ വെച്ച് കാണാം. ഓക്കെ? വാക്ക്. അതെന്തോന്ന് ഓക്കെ? ഓക്കേ. ഓക്കെ, അതാണ് correct. ആ. മേജർ കുട്ടൻപിള്ള പറഞ്ഞതുപോലെയാണ് എൻ്റെ പെങ്ങളെ. ഈ വർഷം തന്നെ എൻ്റെ മോളെ കല്യാണം ഞാൻ നടത്തിയിരിക്കും. അതെ, ഇന്നൊരു ബ്രോക്കർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു ചെറുക്കനെയും കൊണ്ട്. ഇത്രയും നേരമായിട്ട് എത്തിയില്ല. ആ, ശരി ശരി ശരി, ഞാൻ നിന്നെ വിളിച്ചോളാം. ഓക്കെ. എന്ത് ബ്രോക്കറാണിത്? വേറെ ഒരു ബ്രോ. മിസ്റ്റർ രാഘവൻ. ഹലോ മിസ്റ്റർ പിടിര, ഞാൻ കാത്തിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി 2 മുതലക്കുട്ടികളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ധനാവശ്യം പറഞ്ഞോട്ടെ. അയ്യോ, ഇത് ഞങ്ങൾ കളിക്കൂട്ടാറാ പണ്ടോട്ടെ. ഞങ്ങൾ സിനിമ കഥയൊക്കെ ആയിരിക്കും. ഞാനിപ്പോ വരാം കേട്ടോ. നല്ല കുടുംബമാണ്. അതാ, നല്ല കുടുംബമാണ്. പറഞ്ഞല്ലോ, ഓർമ്മ ഉണ്ടല്ലോ. എനിക്കല്ല പെണ്ണ്, അവനാണ് പെണ്ണ്. അതെല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എല്ലാം കൂടെ അവസാനം എന്റെ തലയിൽ വന്ന് വിഴല്. ഒരിക്കലും ഇല്ല. കാരണം എന്റെ ജീവിതത്തിൽ പെണ്ണില്ല. ആ, കൊള്ളാം, നല്ല ഐഡിയ. ഞാൻ കെട്ടിയതാ, ഞാൻ സമ്മതിക്കത്തില്ല. ഒരു മാസമായിട്ട് മേടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോ കാര്യത്തിലോട്ട് കിടക്കാം. അതെ, ഇങ്ങനെ കളിത്തോണ്ടിരുന്നാ മതിയോ? എന്നാണ് ചടങ്ങാണ്. ശരിയല്ലോ, കാര്യങ്ങളിലെ കൂടി കിടക്കാമല്ലോ. പിന്നെ ചെറുക്കനാരാ? 2 ചെറുക്കന്മാരാ. അല്ല, പയ്യനാരാന്ന്? 2 പയ്യന്മാരാ. എന്റെ പൊന്നെ, എന്റെ മോളെ കാണാൻ വന്നത് ആരാ? എന്ത് ഇവനാ. 2 പേരുവാ?
അല്ല അല്ല ഇവനാ ചെറുക്കൻ. പയ്യൻ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ PSC ടെസ്റ്റ് കഴിഞ്ഞ റിസൾട്ട് കാത്തിരിക്കുകയാണ്. അതെ 6 മാസം കഴിഞ്ഞ SI അവൻ. നിങ്ങളെ മോക്ക് ഇവനെ ഇഷ്ടപ്പെട്ട അവള് രക്ഷപ്പെട്ടു. ഞാൻ രക്ഷപ്പെട്ടു. അല്ല പുള്ളി നല്ല വിദ്യാഭ്യാസം നല്ല അല്ല ഞാൻ കേട്ട പോക്രിയാ മഹാചെളിയാ. അല്ല നിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് നീ ചെളിയാണെന്ന്. പന്നപ്പട്ടി തന്നെ നാറി. എന്ത് പറയാ? അല്ല അതല്ല, അങ്ങനൊക്കെ എന്നെയാ നാട്ടുകാർ വിളിക്കുന്നത്. അത്ര വൃത്തികെട്ടവനാ ഞാൻ. ഒരു 5 ഫുള്ളെങ്കിലും ഒരു ദിവസം എനിക്ക് അടിക്കണം. എന്റെ അമ്മോ. ഞാൻ കള്ളു കുടിച്ചതിൽ ഓളെ കിടക്കും. ഈ പാവപ്പെട്ടവൻ എന്നെ തോളെ വാരി വീട്ടിൽ കൊണ്ടുവിടും. ആഹാ. ഇവരോട് സംസാരിച്ചിരിക്കട്ടെ, നമുക്ക് പുറകെ ഇപ്പൊ ഇവിടെ കഞ്ചാവൊക്കെ വലിക്കും. തമാശക്കാരനാ. ഇവ മാത്രമല്ല ഞാനും നന്നായിട്ട് മദ്യപിക്കും, സിഗരറ്റൊക്കെ വലിക്കുന്ന ആളാ ഞാൻ. ഇപ്പോഴത്തെ കാലത്ത് പയ്യന്മാര് ആരാ കഴിക്കാത്തത്, സിഗരറ്റ് വലിക്കാത്തത്? നമ്മളൊക്കെ ഈ പ്രായത്തിൽ എന്തുമാത്രം കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. കുഴപ്പമില്ല, പക്ഷെ ഇതേപോലെ ആവരുതേ. കഴിക്കാൻ കഴിക്കും. ജിലാബി അല്ലേ? അല്ല അത് ലഡുവാ. എന്ത് മര്യാദകൾ കാണിക്കുന്നത്? എന്താണ്? ആദ്യം ഒരെണ്ണം എടുത്ത്, രണ്ടാമത് നമ്മളെ മരുമോ ചെക്കൻ എടുത്ത്, മൂന്നാമത് ബ്രോക്കർ എടുത്ത്, അടുത്തെടുക്കണം ഞാനല്ലേ എടുക്കണം. ഇതൊരുമാതിരി കഴിക്കണം, കഴിക്കേണ്ട പ്രായമാണ്. ഒരു വീട്ടിൽ വന്ന് കഴിക്കുമ്പോ ഒരു മാന്യതയുണ്ട്. ഒരുമാതിരി വെട്ടിപ്പുള്ളത് കഴിച്ചാൽ അതെ നമ്മളെ ഈ ഇവിടെയൊക്കെ വസ്തുവിനൊക്കെ എങ്ങനെ ഉണ്ട് പോലെ? അയ്യോ വസ്തുവിനൊക്കെ ഇവിടെ ഒരു 1.5 ലക്ഷം രൂപ. അത്രയൊന്നും വരില്ല. അതെ, നമ്മൾ ഈ കേറി വരുന്നിടത്ത് ഒരു 35 സെന്റ് സ്ഥലം പുള്ളിക്കുള്ള. അതിന് 5 ലിറ്റർ വഴിക്ക് പോയിരിക്കും. അല്ല പിന്നെ വസ്തുവിന് വഴി വേണമല്ലോ. നമുക്കത് എത്രയാണെങ്കിൽ കൊടുക്കാൻ പറ്റും? നിനക്ക് പറ്റും ഇപ്പൊ വസ്തു? എടാ നമ്മളെ സുദർശനല്ലേ അവനൊരു വീട് വെക്കണോ? എത്ര? 1 ലക്ഷം രൂപയ്ക്ക് ഞാൻ കൊടുക്കുള്ളൂ. അതൊന്നും നടക്കത്തില്ല. ഒരുപാട് പേര് വരുന്നുണ്ട്. 1 ലക്ഷം രൂപ മതി. അതൊരുപാട് കൂടുതൽ. ഞാനൊരു വില പറയും. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നാളെ വന്ന പാർട്ടി കാണും. ഒരാഴ്ചക്കകത്ത് കമ്മീഷൻ, ഒരാഴ്ചക്കകത്ത് നമ്മളെ പ്രമാണം ചെയ്യും. ഓക്കെണോ? വില പറയും. ഒരു 1.20 ആണെങ്കിൽ നമ്മൾ ലാസ്റ്റ് നോക്കാം. 1.20 അതിൽ കൂടുതലൊന്നുമില്ല. ശരിയാവത്തില്ല. 1.30 വേണമെങ്കിൽ 1.30. ശരി. അപ്പൊ എന്തായാലും 1.30 നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ട്. നാളെ രാവിലെ പാർട്ടി വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒരാഴ്ചക്കകത്ത് നമ്മൾ പ്രമാണം. അങ്ങനെ ഒരു വസ്തു നിങ്ങളിവിടെ പോകുന്നു പെണ്ണ് കാണാൻ വന്നതല്ലേ? ഞാൻ പ്രത്യേകിച്ച് പെട്ടെന്ന് ഇത് മോളെ കുറിച്ച് പറയാം. അമ്മയില്ലാത്ത കുട്ടിയാണേ. അമ്മയില്ലാതെ കുട്ടികളുണ്ടാകും. 2 വയസ്സുള്ളപ്പം അമ്മ മരിച്ചതാണ്. അങ്ങനെ ഞാനൊരു വല്ലോ ശാസ്ത്രജ്ഞൻ വല്ലോ അവിടെ ഇന്റർനെറ്റ്. അതെ, പുള്ളി പട്ടാളക്കാരനാ. ഓ പട്ടാളക്കാരനൊന്നും അല്ല. പട്ടാളക്കാരനായിരുന്നെങ്കിൽ എന്തുമാത്രം നുണക്കഥ ഇപ്പൊ കേട്ടല്ലേ. അയ്യന്റെ കൂട്ടുകാരനാ. അതെ, ഞാനൊരു കരതീർന്ന പട്ടാളക്കാരനാ. ഒരുപാട് കഥകളുണ്ട്. കാശ്മീരിൽ മലയെ കൂടി ഞാനിങ്ങനെ ഹെലികോപ്റ്ററിൽ പോകുമ്പോ ഭയങ്കര തണുപ്പാ. തണുപ്പെന്ന് പറയുമ്പം ജൂൺ മാസം തണുപ്പ് കൂടുതലാണ്. ബാക്കി എല്ലാ മാസം ചൂടായിരിക്കും. ബാക്കിയുള്ള മാസം എല്ലാം ചൂടാ. അവിടെ അപ്പൊ മല പോലും കാണില്ല. ഈ ജൂൺ മാസത്തിൽ ഭയങ്കര മലയാ. അപ്പൊ ഹെലികോപ്റ്ററിൽ കൂടി ഞാൻ ഇങ്ങനെ പട്ടാളക്കാരനായി ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ തീവ്രവാദികളെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇങ്ങനെ തോക്ക് ചൂട്ടിക്കിട്ട് പോവുകയാണ്. എന്തൊരു തണുപ്പാണെന്നറിയാമോ? 2-3 കോട്ട് ഞാൻ ഇട്ട് നോക്കി, രക്ഷയില്ല. പൈലറ്റ് നല്ല രീതിയിൽ നിന്ന് വിറയ്ക്കുന്നു. ഞാൻ എന്ത് ചെയ്ത് പൈലറ്റ് എന്ന് പറഞ്ഞു, പൈലറ്റേ ആ ഹെലികോപ്റ്ററിന്റെ ആ ഫാനൊക്കെ നിർത്താൻ പറഞ്ഞു. തണുപ്പൊന്ന് കുറഞ്ഞു കിട്ടുമല്ലോ. പക്ഷെ പറഞ്ഞു കേട്ട ഉടനെ തന്നെ പൈലറ്റ് അതങ്ങ് ഓഫ് ചെയ്തു. കാര്യത്തിൽ തീരുമാനമായി. രാവിലെ പുട്ടാണോ കഴിച്ചത്? അതെ, എങ്ങനെ മനസ്സിലായി? തള്ളി വിടുന്നു. അതെ, നമ്മൾ ആ കാണുന്നില്ലേ, ആ കാണുന്ന തേക്ക് വരാണോ? തേക്കാണോന്ന് 2 പിടിച്ചാൽ പോലും എത്താത്ത രീതിയിലുള്ള തേക്കാണോ? പിന്നെ എന്റെ മുത്തച്ഛന്റെ കാലഘട്ടത്തിൽ വെച്ച തേക്കാണത്. കൊടുക്കുന്നുണ്ടോ നമ്മളെ പാർട്ടി കൊണ്ട്? നിനക്കെതിരെ ഇപ്പൊ തേക്കും? എടാ നമ്മളെ മറ്റേ ചങ്ങനാശ്ശേരിയിലുള്ള അങ്ങനെ അല്ലെണ്ണ അങ്ങേർക്ക് വേണമെന്ന് പറഞ്ഞാൽ ഫർണിഷിങ് എത്രയാണ്? കാതലുള്ള തടിയാണ്, തരി വെള്ളയില്ല. എന്നാലും പറയാം എത്ര കിട്ടുന്നു, എത്ര കൊടുക്കുന്നു? കൊടുക്കണമെങ്കിൽ ഞാനൊരു
1,00,000 രൂപയാണെങ്കിൽ കൊടുക്കും. 1,00,000 രൂപ. ഒരു ലക്ഷമൊക്കെ ഒത്തിരി കൂടുതലല്ലേ? ചുമ്മാ ഇരിക്കുന്നത്. 1,00,000 രൂപ. നിങ്ങൾ കാര്യം മനസ്സിലാക്കാം. നമ്മളിപ്പോ ഇവിടെ നിന്ന് ഇവിടം വരെ വണ്ടി വരത്തില്ല. വണ്ടി ഇത്രയും ചുമടാണ്, പിന്നെ മുറിപ്പ് കൂലി, പിന്നെ ഇവിടെ സാധനം കൊണ്ടുപോകുന്ന ഒരുപാട് കൂലി കാര്യങ്ങളുണ്ട്. ഞാൻ ഒരു വില അങ്ങോട്ട് പറയും. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ശനിയാഴ്ച വന്ന് ഇത് മുറിച്ചോണ്ടങ്ങ് പോകും. ഒരു വില പറ. ഒരു 60 രൂപ കയ്യിൽ തരും. അല്ല നല്ല വിലയാ. നല്ല വില. അത് മുതലാവില്ല. കമ്മീഷൻ അത് മുതലാവില്ല. എന്നാ ഒരു കാര്യം ചെയ്യ്. നിങ്ങൾ പറ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാക്ക്. ഞാൻ പറയട്ടെ, ഒരു 70 രൂപയാണെങ്കിൽ ഓക്കെ. കുഴപ്പമില്ലാത്ത വിലയാ. കുഴപ്പമില്ല. 70 രൂപ. അപ്പൊ 70 രൂപ. അപ്പൊ എന്തായാലും മരങ്ങൾ ഓക്കെയാണ്. ആള് വരും, മുറിച്ചോണ്ട് അടുത്ത ശനിയാഴ്ച നമ്മൾ ആള് വരും, എല്ലാം ഓക്കെയാണ്. വരാതെ പറഞ്ഞിട്ട് വരാതിരിക്കണം. തീർച്ചയായിട്ടും ഞങ്ങൾ വരും. കമ്മീഷൻ എടുക്കാം. അപ്പൊ എല്ലാം ശനിയാഴ്ച കാണാം. ഇപ്പൊ മരത്തിന്റെ കേസ് തീരുമാനം. അതെ, നമ്മള് മരക്കച്ചവടത്തിലാണോ വന്നത്? പെണ്ണ് കാണാനല്ലേ വന്നത്? ഞാൻ മറന്നു. ചില സമയത്ത് ഈ കച്ചവട പറ്റായുണ്ട്. അതെ അതെ. ആ പോർച്ച് കിടക്കുന്ന 80 മോഡൽ കാർ അത് എങ്ങനെ? കച്ചവടം ഇല്ല. ഇല്ല. പെണ്ണിനെ ഒന്ന് വിളിച്ചാ പെണ്ണിനെ കാണായിരുന്നു. മോളെ പിടിക്കല്ലേ? അതെ. തങ്കമണി തക്കക്കുട്ടി അതെ ബ്രോക്കറെ, ചെറുക്കൻ സ്വപ്നം കണ്ട് തുടങ്ങി. അമ്മാവാ ഓ, ഇരിക്കണം. അമ്മാവന്റെ മകളെ എനിക്ക് ഇഷ്ടമായി. ആയോ? ബ്രോക്കറെ, ഞാൻ ആ പെൺകൊച്ചിനെ കല്യാണം കഴിച്ചു കൊള്ളാം. ബ്രോക്കറെ, വാ. മോളെ വാ. ഏയ്, നിന്റെ ജീവിതത്തിൽ പെണ്ണ് വേണ്ടെന്നല്ലേ പറഞ്ഞേ? എന്റെ ജീവിതത്തിൽ പെണ്ണില്ലെന്ന് വിചാരിച്ചാടാ. പക്ഷെ ഈ പെണ്ണെ കണ്ടപ്പോ എന്റെ മനസ്സങ്ങ് ഇവളെ തന്നെ എന്റെ ഭാര്യ. നിനക്ക് കണ്ണൊന്നും ഇല്ലടാ. എന്തൊരു അല്ല എങ്ങനെയാണ് ഇങ്ങനെ ഇരിക്കുന്നത്? നീ പോടാ. നീ ആ പെണ്ണ നേരവണ്ണ കാണാത്തുണ്ട്. നല്ല സുന്ദരി പെണ്ണാണ്. എടാ തന്നല്ല, വേറെ കാര്യമുണ്ട്. ആ. ആ പെണ്ണിന്റെ സ്വഭാവം ശരിയല്ല. എന്താണ്? സ്വഭാവം ശരിയല്ലെന്ന്. ഛെ, നീ ചുമ്മാ ആവശ്യമില്ല സംസാരിക്കും. എടാ ഞാൻ അവളെ പതുക്കെ ഇങ്ങനെ പാളി നോക്കിയപ്പോഴേ അവൾ എന്നെ നോക്കി. അവൾ എന്നെ നോക്കിട്ടെ കണ്ടുപിടിക്കോ? ആ എടാ പോടാ കട. നീ അവളെ നോക്കിയൊന്നുമില്ല, അവള് എന്നെ നോക്കിക്കൊണ്ട് ആവശ്യമില്ല സംസാരിക്കല്ലേ. എനിക്ക് അങ്ങോട്ട് ഇരുന്നിട്ട് ഞാൻ പറയാം. എന്താണ്? എടാ നീ കെട്ടണ്ട ഈ പെണ്ണിനെ. നമുക്ക് പറ്റിയ പെണ്ണല്ല. നമ്മക്കല്ല, എനിക്ക് പറ്റിയ പെണ്ണ. ആ പെണ്ണ ഞാൻ തന്നെ കല്യാണം കഴിക്കും. എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. എടാ നീ എനിക്ക് പകരക്കാരനായിട്ട് വന്നാണോ? അപ്പൊ ഞാൻ പറയുന്നത് നീ കേട്ടാ പോരെ. ചുമ്മാ ചെയ്യാ സംസാരിക്കില്ല. ഇങ്ങോട്ട് എന്റെ ജീവിതത്തിൽ പെണ്ണ് വേണ്ട, എന്റെ അമ്മ അച്ഛനെല്ലാം പറഞ്ഞ് ഞാൻ കെട്ടാടുന്നറിയോ ഈ പെണ്ണിന് വേണ്ടിയിട്ടാ. എടാ എന്റെ അമ്മ അച്ഛനും കൂടെ ഇങ്ങോട്ട് പോകാൻ പറഞ്ഞു വിട്ടാ. നീ ഇനി എന്ത് പറഞ്ഞാലും ആ പെണ്ണ് ഞാൻ കല്യാണം കഴിച്ചിരിക്കും. ആ പെണ്ണെ ഞാൻ അങ്ങാ കുഞ്ഞെ കെട്ടിക്കോളാം. എടാ മണ്ട, നിനക്ക് മറ്റേ ആ മഞ്ഞക്കിളിയില്ലേ അത് പോരെ? മഞ്ഞക്കിളിയുടെ കഥയൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞു. നിനക്ക് എന്തോ ഞാൻ ഇവിടെ തന്നെ കിട്ടും. നീ ചുമ്മാ ഞാൻ കെട്ടും. ഞാൻ കെട്ടും. ഞാൻ കല്യാണം കഴിക്കും. എന്തുവാടാ അപകടം? ഒരു വീട്ടിൽ കയറി വന്ന് മകളാണ്. ബ്രോക്കറെ, എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടു. എനിക്ക് അവളെ കല്യാണം കഴിച്ചേരണം. കെട്ടിക്കോ. ബ്രോക്കറെ, എന്റെ അച്ഛനും അമ്മയല്ലേ പറഞ്ഞു വിട്ടത് നിങ്ങളെ? അപ്പൊ ഞാനല്ലേ അവളെ കെട്ടേണ്ടത്? എനിക്ക് അവളെ ഇഷ്ടം, ഞാൻ കെട്ടിക്കോളാം. ഇതാകെ കമ്പൂഷനായല്ലോ. അതെ, ഒന്നിങ്ങ് വരാമോ? ജിലേബി ആണെങ്കിൽ ചോദിക്കരുത്. ഇല്ല. ഓ ജിലേബി അല്ല. അതെ, പയ്യന്മാർക്ക് പെണ്ണിന് രണ്ടുപേർക്ക് ഇഷ്ടപ്പെട്ടു. മനസ്സിലായില്ലേ? ബ്രോക്കറെ, ആ അവർക്ക് മാത്രമല്ല ഈ പഞ്ചായത്തിലുള്ള എല്ലാ പയ്യന്മാർക്കും എന്റെ മോളെ ഇഷ്ടപ്പെടും. അയ്യോ അതല്ല, പയ്യന്മാർക്ക് രണ്ടുപേർക്കും പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. അപ്പൊ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ പെണ്ണ് വേണം. പെണ്ണ് തീരുമാനിച്ചിട്ട് ഇവരിൽ ആരെ വേണമെന്ന്. അത് ഒരു കാര്യം ചെയ്യാം. ഞാൻ മോളെ വിളിക്കാമോ? തങ്കമണി തക്കക്കുട്ടി തങ്കമണി തക്കക്കുട്ടി എന്താ അച്ഛാ? മോളെ, മോക്ക് ഈ രണ്ട് പയ്യന്മാരിൽ ആരെയാണ് മോക്ക് ഇഷ്ടപ്പെട്ടത്? എനിക്ക് പറയാ. മോളെ നാണിക്കട്ടെ, അച്ഛൻ നാണിക്കുന്നുണ്ടല്ലോ. എനിക്ക് ഈ ചേട്ടനെ ഇഷ്ടപ്പെട്ടത്. ഓടാ. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ശരി ശരി ശരി. അതെ, നിങ്ങളുടെ മോക്ക് വേണ്ടി എന്നെ എന്നെ മാറ്റിട്ട് 3 പേരുടെ ഗ്രൂമിങ്ങാ. ഇങ്ങോട്ടേക്ക് ഇറങ്ങട. എന്റെ ഭാര്യയുടെ വീട്ടിൽ ഇറങ്ങണേ എന്റെ കാമുകിയുടെ വീട്ടിൽ നിന്ന്. നീ എന്താ പറയുന്നത്? എടാ ഞാൻ നീ പോയി ഇവിടെ. എനിക്ക് എന്റെ അമ്മാവാ, ഈ പെണ്ണിനെ ഞാൻ തന്നെ കെട്ടിക്കോളാം. ഞാൻ കെട്ടിക്കോളാം നിങ്ങളുടെ മോളെ. എടാ, ഒരു കള്ളുകൂടിയനും കഞ്ചാവ് കുടിക്കാരനും തെങ്ങിന്റെ വീട്ടിൽ കിടന്ന് തുടങ്ങുന്നത് നിനക്ക് എന്റെ മോളെ തരില്ല.
എന്നാ ഞാൻ ഒരു സത്യം പറയാൻ പോവാ. ഞാൻ മഹാ നുണയനാ. എന്റെ അമ്മോ, ഒരു നുണയിൽ എന്റെ മോളെ കെട്ടിച്ചു കൊടുക്കാനാ? തരില്ല. അതല്ലെന്ന് ഞാൻ മുമ്പേ പറഞ്ഞല്ല, നുണ പറഞ്ഞാന്നാ പറഞ്ഞു. അതെല്ലാം സത്യമാണ്. ഇവൻ ഗജപോക്കരിയാ. ഇറങ്ങടാ ഈ വീട്ടിൽ നിന്ന്. എടാ ഇറങ്ങടാ വീട്ടിൽ. അതാണ് ഞങ്ങളെ കുടുംബക്കാരോട് നിൽക്കുമ്പോ അല്ലേ അമ്മാവ? അപ്പൊ അത് ശരി. വന്നവനും നിന്നവനും അല്ല ഒന്നിച്ചപ്പം ഒരു കാര്യം മനസ്സിലായി, വില്ലൻ ഞാൻ തന്നെ. രാജമാണിഞ്ഞ് കളിക്കുന്നതാണ് നീ. ഇറങ്ങടാ വീട്ടിൽ നിന്ന്. എടീ വഞ്ചകി, ഈ കല്യാണം ഞാൻ കൊളവാക്കും. നീ ഒന്നും ചെയ്തില്ല, ഇവളെ ഞാൻ തന്നെ കേട്ടു. നീ ഇവിടെ കൂടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. എടീ കല്യാണം ഞാൻ നടത്തിക്കത്തില്ല. എന്ത് ഇത് കാണിച്ചാലും ഈ കല്യാണം മുടക്കിയേ പറ്റുള്ളൂ. ഞാനൊരു സത്യം തുറന്നു പറയാൻ പോവാണ്. കഴിഞ്ഞ 6 വർഷം എൻ്റെ കൂടെ പ്രേമിച്ച് നടന്നിട്ട് നിനക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല. ഒരു മഴക്കാലത്ത് ഞാനും നീയും വയവൽ വരവിൽ തിരുന്നതും ഞാൻ നിന്റെ ദേഹത്തേക്ക് ഇങ്ങനെ വെള്ളം തപ്പി ഒഴിച്ചപ്പോൾ അതുവഴി വന്ന ഒരു അമ്മാവൻ ചോദിച്ചു, മഴയത്താണാ പോത്തിനെ കുളിപ്പിക്കുന്നത്. അങ്ങനെ എന്റെ കൂടെ നടന്നിട്ട് ഇവരെ കണ്ടപ്പോ നീ എന്നെ മറന്നു അല്ലേടി? നിങ്ങൾ ജീവിച്ചോ, എനിക്കൊരു തടസ്സമില്ല അതിനകത്ത്. പക്ഷേ നമ്മുടെ കുഞ്ഞ്, എനിക്കും നിനക്കും ഉണ്ടായ അനാഥാലയത്തിൽ വളരുന്ന നമ്മുടെ കുഞ്ഞിനെ മാത്രം ഞാൻ വിട്ടുതരില്ലടി, വിട്ടുതരില്ല. 6 വർഷം മുമ്പ് എന്റെ മോളെ പ്രേമിച്ചിട്ട് ഒരു കുഞ്ഞിനെ സമ്മാനിച്ചിട്ട് കടന്നു വന്ന നിന്നെ തേടി നടക്കുകയായിരുന്നു. എടാ ജാങ്കോ, നീ അറിഞ്ഞ എന്തേ? ഞാൻ പെട്ടു. വ്യക്തനുഭവര് അവനവൻ കുരുക്കുന്ന കുരുക്കളി കേൾക്കുമ്പം പോലുമായി പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പം പോലുമായി